മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി ഇപ്പോൾ പോവുകയാണ്. മനീഷ് സിസോദിയ മുൻ ഉപമുഖ്യമന്ത്രിയാണ് ഡൽഹി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇടക്കാല ജാമ്യം അനുവദിച്ചത് ചികിത്സയിലുള്ള ഭാര്യയെ കാണുവാനാണെന്നാണ് പറയുന്നത്. വിശദാംശങ്ങളുമായി ആൻസില ചേരുകയാണ്. ആൻസില, നമുക്കറിയാം ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തിഹാർ ജയിലിലൊക്കെ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എത്ര ദിവസത്തേക്കാണ് ആൻസില ജാമ്യം അനുവദിച്ചിട്ടുള്ളത്? ഭദ്ര, ഒരു ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് ഇപ്പോൾ മനീഷ് സിസോദിയയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഡൽഹി ഹൈക്കോടതിയിൽ അദ്ദേഹം ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് വൈകിട്ടോടു കൂടിയാണ് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒരു ദിവസത്തേക്ക് മാത്രമാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രധാനമായും ചികിത്സയിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ട് പ്രധാന വ്യവസ്ഥകളാണ് ഈ ജാമ്യം നൽകുന്നതിൽ മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന്, അദ്ദേഹത്തിന് ഈ ജാമ്യം ഉള്ള ദിവസം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിനോ അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ കാണുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ട് വ്യവസ്ഥകൾ വെച്ചാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരൊറ്റ ദിവസം മാത്രമാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നത്. അതും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇദ്ദേഹം ഹൈക്കോടതിയിൽ വരെ ജാമ്യാപേക്ഷ നൽകിയിട്ടും ഇദ്ദേഹം സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാരണത്തിന് പുറത്താണ് ഇദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അന്ന് പ്രധാനമായും കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമായിരുന്നു അത്. ദില്ലി ഉപമുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയാണ് മനീഷ് സിസോദിയ. വളരെയധികം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന് സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കാനാകില്ല എന്നൊരു നിലപാടായിരുന്നു കോടതി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ ജാമ്യ അപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിന് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നത്. ശരി അൻസില, ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ഒരു ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. അതേസമയം ഒരു ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിക്കുമ്പോൾ ചില ഉപാധികൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളൊന്നും ഉപയോഗിക്കരുത്, മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ഭാര്യയെ, അതായത് ചികിത്സയിലുള്ള ഭാര്യയെ കാണുവാൻ വേണ്ടിയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.